സൗദി ജയിലിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം ഇന്നുണ്ടായേക്കും. ബലിപ്പെരുന്നാൾ അവധിക്ക് മുൻപ് മോചന നടപടികൾ പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും മലയാളികളും ഉള്ളത്. പ്രാർത്ഥിച്ചു നിന്ന് പോയി മോനെ പോയിട്ട് അവിടുന്ന് ഒരു നിങ്ങൾ ഒരു പ്ലേറ്റിലും മോനെ ഒന്നിട്ട് ഇവിടെ എത്തി കാണാൻ 17-ാം തീയതി. അപ്പോൾ 17-ാം തീയതി കഴിഞ്ഞിരുന്നിപ്പോൾ എത്രാം തീയതി മാസം 2 മാസം എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ നീട്ടി കൊണ്ടുപോയി. ഇനി നീട്ടാതെ ഒന്ന് കാട്ടി തരുമോ, അല്ലെങ്കിൽ എന്നെ അവിടെ കൊണ്ടിട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് എത്തിച്ചു തരുമോ? ഏറിയ ആൾ ജയിലിൽ കുടുങ്ങുന്നുകൊണ്ട് വരുന്നുണ്ട്. എൻ്റെ മോനക്ക് എനിക്കായിട്ട് ഇങ്ങനത്തെ ഒരു വിധി അള്ളാഹു തന്നതാണ്, ഒരാളെ പണിയല്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ എത്തൂലാത്തിരാന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. എങ്ങനെയൊക്കെയാണ് ഞാൻ അവിടെ പോയത് എനിക്കും പഠിച്ചവനക്ക് അറിയുള്ളൂ. 20 വർഷം മുൻപ് തന്റെ സ്പോൺസറുടെ മകൻ മരിക്കാനിടയായ സംഭവത്തെ തുടർന്നാണ് കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം സൗദി ജയിലിൽ തടവിലാക്കപ്പെട്ടത്. തുടർന്ന് റിയാദിലെ ക്രിമിനൽ കോടതി വിധിച്ച വധശിക്ഷ ശരീഅത്ത് നിയമപ്രകാരമുള്ള ദിയാദനം കെട്ടിവെച്ചതോടെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒഴിവാക്കപ്പെട്ടു. മലയാളി സമൂഹം ഒറ്റക്കെട്ടായി സ്വരൂപിച്ച 34 കോടി രൂപയാണ് ദിയാദനമായി നൽകിയത്. ഇതിനു പിന്നാലെ വധശിക്ഷ ഒഴിവാക്കി നൽകിയ റിയാദ് ക്രിമിനൽ കോടതി തടവ് ശിക്ഷാ കാലാവധി പൂർത്തീകരിച്ചാൽ റഹീമിന് മോചനം നൽകാമെന്ന് വിധി പ്രസ്താവിച്ചു. ശിക്ഷാ കാലാവധി ഇന്നലെ രാത്രി 12 മണിയോടെ പൂർത്തിയായതിനാൽ മോചന നടപടികൾ വേഗത്തിലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മാതാവ് ഫാത്തിമ ഉമ്മ അടക്കമുള്ള കുടുംബാംഗങ്ങളും റഹീം നിയമസഹായ സമിതിയുമുള്ളത്. റിയാദിൽ ബലിപെരുന്നാൾ അവധി തുടങ്ങുന്ന വ്യാഴാഴ്ചക്കകം മോചന നടപടികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ റഹീമിന് നാട്ടിലെത്താൻ പിന്നെയും കാത്തിരിക്കേണ്ടി വരും. ജയിൽ മോചിതനായാലുടൻ തന്നെ റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ എംബസി പൂർത്തീകരിച്ചു. 2 പതിറ്റാണ്ടായി ഫറൂഖ് കോടമ്പുഴയിലെ വീട്ടിലേക്ക് മകൻ റഹീമിന്റെ വരവും കാത്തിരിക്കുന്ന ഉമ്മ ഫാത്തിമയുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ബലിപെരുന്നാളിന് മുൻപ് ഫലം കിട്ടുമെന്നാണ് കേരളീയ സമൂഹവും പ്രതീക്ഷിക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.